ഇതിലെ BLDC ആക്കുന്ന രീതിയാണ്. ഇത് പഴയ ഫാന് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതിന്റെ ഈ കപ്പാസിറ്ററും പിന്നെ ഇത് കോയിലൊക്കെ അയച്ചു മാറ്റാം. കപ്പാസിറ്ററിന്റെ ക്ലാമ്പ് കഴിച്ചു, കപ്പാസിറ്റർ വഴി ഒഴിവാക്കി. ഇനി ഇതിന്റെ മോട്ടർ കോയിൽ വേണ്ട, കോയിൽ ഒഴിവാക്കി ഇത് കൊടുക്കാം. ഇത് രണ്ടും വേണ്ട, ഇത് രണ്ടും ഒഴിവാക്കി. ഇപ്പോൾ ഇത് കാലി ബോഡി ഉണ്ട്. ബെയറിങ് എല്ലാം നമുക്ക് ബെയറിങ് ഓക്കെയാണ്. ഈ ബെയറിങ്ങും ഓക്കെയാണ്. ഓക്കെ, ഇത്രയാണ് ആവശ്യമുള്ളൂ. ഈ ടോപ്പും ബോട്ടും ഇതിലാണ്. ഇനി ഇതിലേക്ക് നമ്മളെ കിറ്റാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. കിറ്റ് ആണ് മാഗ്നറ്റ്. ഇതാണ് ഇത് ടോപ്പ്, ബോട്ടം, പിന്നെ ഇതിൻ്റെ ബോഡിൻ്റെ ഈ 3 സ്ക്രൂകൾ, അതിൻ്റെ ലോക്കോസർ, പിന്നെ സാഫ്റ്റ് മെൽറ്റിനെ കപ്പാസിറ്ററിൻ്റെ ക്ലൈമറ്റിന് സ്ക്രൂ. ഇത്രയും നമുക്ക് ആവശ്യം വരുന്നു. ഇത്രയും സാധനം നമുക്ക് ആവശ്യമുള്ളൂ. ഈ സാധനം വെച്ചിട്ട് ഇനി അടുത്തത് ഫിറ്റ് ചെയ്യൽ എങ്ങനെയാണെന്നുള്ളതാണ്. BLDC ഇത് സെറ്റ് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങളാണ്. ഇത് BLDC അതിൻ്റെ മാഗ്നറ്റാണിത്. മാഗ്നറ്റ് 8 മാഗ്നറ്റ് 16 പോൾ മാഗ്നറ്റാണ്. അതിൻ്റെ കോയിലാണിത്. 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന കോയിലാണിത്. ഈ കോയിലാണ് ഇതിന് ഫിറ്റ് ചെയ്യാനുള്ളത്. പിന്നെ അതിന് വർക്ക് ചെയ്യുന്ന റിമോട്ട് ഹാൻഡ് സെറ്റാണ്. അതിൻ്റെ കൺട്രോളർ ബോർഡാണിത്. ഇതിൽ AC 220 വോൾട്ട് AC കൊടുക്കാൻ പറ്റിയത്. ഇത് ഇവിടെ DCയിലും കൊടുക്കാം. ഇതിൻ്റെ സെൻസർ ഇതാണ്. ഇത് ഫിറ്റ് ചെയ്യുന്ന ലാമ്പാണിത്. ഇത്രയാണ് ഇതിന് വേണ്ടത്. ബോഡിയിലെ ഈ മാഗ്നറ്റാണ് ആദ്യം വെക്കുന്നത്. ഈ മാഗ്നറ്റ് ഇതിന് ഔട്ടർ സൈസ് കൂടുതലാണ്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് ഒഴിവാക്കും. ഇത്ര ഇതാണ് കട്ട് ചെയ്ത് ഈ എല്ലാ കാലുകളും കട്ട് ചെയ്ത് ഒഴിവാക്കാം. കാല് കട്ട് ചെയ്തിട്ട് ഇതിന് കറക്റ്റായിട്ട് അതിൻ്റെ ഇറക്കുക വേണ്ടത്. അത് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മളെ സാധാ ഇങ്ങനത്തെ കട്ടർ ഉപയോഗിച്ച് ഇത് കട്ട് ചെയ്യുക. എല്ലാ കാലും അതിൻ്റെ അളവിന് എങ്ങനെയും കട്ട് ചെയ്യുക. എല്ലാ സ്വന്തം ഇവിടെ കട്ട് ചെയ്ത് കാണും. ഇതിനെ സ്പേസർ വെച്ച് കാണും. അങ്ങനെയും ചെയ്യാം. അത് കട്ട് ചെയ്ത് കണ്ട് കൊണ്ടുവരും. കട്ട് ചെയ്യാം. മാഗ്നറ്റ് ഇവിടെ ലാബറും സൈഡൊക്കെ കട്ട് ചെയ്തു. മാഗ്നറ്റ് ഇനി ചെയ്യാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ കോയിൽ എടുത്തിട്ട് ഇതിൻ്റെ ടോപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് ഇത് താത്തണം. വെച്ചു ഇതിങ്ങനെ വെച്ചിട്ട് ബേസ് ചെയ്ത് ഇങ്ങനെ താത്താം. അല്ലെങ്കിൽ ഹാമർ കൊണ്ട് അടിച്ചിട്ട് അങ്ങനെ താത്തുക. ഓക്കെ. ഈ കോയിൽ ഇടുമ്പോൾ ഇതിങ്ങനെ ഇടുമ്പോൾ ഇവിടെ ഈ മാഗ്നറ്റ് ഇവിടെ കുറച്ച് ഗ്യാസ് ഇതിന് 2 സൈഡും അങ്ങനെ കുറച്ച് ലൂസ് ഉണ്ട്. അപ്പോൾ ഒന്നുകിൽ സെൻറ്റർ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ കുറച്ചുകൊണ്ട് പൊന്തിച്ചിട്ട് കുഴപ്പമില്ല. അതിന് ഈ മാഗ്നറ്റിൻ്റെയും പൊന്തരുത്. ഇത് എവിടെയും അലൈൻമെൻറ്റ് ചെയ്തിട്ട് വെക്കാം. നല്ല ശരിക്കും ബാലൻസ് കിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഗ്യാപ്പ് പറഞ്ഞാൽ ചെറിയ ഗ്യാപ്പുള്ളൂ. ഈ ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ വെക്കുമ്പോൾ തന്നെ എന്ത് ചെയ്താൽ മതി. ആ കോയിലിൻ്റെ ഉള്ളിൽ ഇത് വെക്കുമ്പോൾ ഒരു ആണ്. ഇതിൽ ഇത് മാഗ്നറ്റ് ഉടച്ചു ഉണ്ട്. ഇത് 5mm 2 അല്ലെങ്കിൽ 7 8 അതായത് അതിൻ്റെ അലൈൻമെൻറ്റിനനുസരിച്ച് വെക്കാനാണിത്. ഇതിങ്ങനെ മാഗ്നറ്റ് ഇപ്പോൾ നമ്മൾ വെച്ചല്ലോ. ഈ മാഗ്നറ്റ് ഇപ്പോൾ അതിന്മേൽ ടൈറ്റായി നിൽക്കുകയാണ്. അപ്പോൾ അതിന് ഇതിൻ്റെ ഗ്യാപ്പിൽ സെൻറ്റർ ചെയ്തിട്ട് ഇത് സെൻറ്റർ ചെയ്ത് മാഗ്നറ്റ് വരാൻ വേണ്ടിയിട്ടാണ്. ഫ്രീ കിട്ടണം. അങ്ങനെ 4 ഭാഗത്തും ഇതിൻ്റെ ഹൈറ്റിനനുസരിച്ച് വെച്ചാൽ ഇത് സെൻറ്റർ ചെയ്ത് കിട്ടും. ഇത് വെച്ചു, മാഗ്നറ്റ് വെച്ചു. ഇത് റെഡിയാണ്. ഇപ്പോൾ
ഇനി ഈ സ്പേസ് ഇത് മാഗ്നറ്റ് ടൈറ്റ് ആക്കണം. ഈ ഫേസ് ഈ സൈഡിൽ ആണത് ലൂസ്. ഒന്നുകിൽ ഈ ഇത് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഇതിന് കണക്കാക്കി കട്ട് ചെയ്യേണ്ടാൽ കട്ട് ചെയ്യുക, അങ്ങനെയും കട്ട് ചെയ്യുക. അതല്ലെങ്കിൽ ഇതേമാതിരി സ്പേസർ മാതിരി എന്തെങ്കിലും ഇതിന്റെ അടിയിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് വെക്കുക. ഇതിന് നേരെ ഓപ്പോസിറ്റ് മൂന്ന് സ്ഥലത്തായിട്ട് വെച്ചാൽ മതി. അങ്ങനെ 3 സൈഡിനും 3 പീസുമാര് വെച്ചാൽ ഇത് സെൻറ്റർ ചെയ്ത് ഇത് ഗമ്മൊക്കെയാണെങ്കിൽ അങ്ങനെ ഗമ്മാക്കാം. സെൻറ്റർ ചെയ്ത് ഇത് വെച്ചു. ഇനിയിപ്പോൾ ഇത് പിടിക്കാം. ഇത് ഓരോ പേപ്പറുകൾ 4 പേപ്പർ കൊടുക്കുക. ഇത് ഫ്രീ ആയി. ഇപ്പോൾ എവിടെയും വരിയില്ല, തട്ടൊന്നുമില്ല. ഓക്കെ. വൃത്തിയായിട്ട് ചെയ്യട്ടാ. വൃത്തിയായിട്ട് ഒരുത്തർക്ക് ചെയ്യാതെ ഞാൻ സ്പീഡിൽ ഇത് ചെയ്യേണ്ടതുകൊണ്ട് അതാണ് ഒറ്റ വരഞ്ഞ് ഷാഫ്റ്റിന് ഗ്രീസിടാം. ഇങ്ങനെ വെച്ചിട്ട് ഈ ഹോളിന് ഇതാണ് എൻ്റെ ബോഡി സ്ക്രൂവിൻ്റെ ഹോള്. ഇതിന് കണക്കായിട്ട് ഏകദേശം ഇത് വെച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സ്ക്രൂ ഉണ്ടാവും. ആ സ്ക്രൂ 3 ഇത് ശരിക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ കുറച്ചൊരു ടൈറ്റായിട്ട് ഇങ്ങനെ തോന്നുന്നത് മാഗ്നറ്റിന്റെ പുറത്താണ്. BLDC ഒക്കെ ഉണ്ടാകുന്നതിനാണ്. ഈ വയറ് ഒരു പൊന്തിച്ച് വെച്ചിട്ട് ഈ പ്ലേറ്റ് ഇത് നമ്മൾ കൺട്രോളർ ഫിറ്റ് ചെയ്യാനുള്ള പ്ലേറ്റാണ്. ഈ പ്ലേറ്റ് ഈ വയറിനുള്ളിൽ കൂടെ അങ്ങനെ ഇട്ടിട്ട് നമ്മൾ കപ്പാസിറ്ററിന് ഒരു സ്ക്രൂ എടുത്ത് വെച്ചിരുന്നല്ലേ, കപ്പാസിറ്റർ ക്ലാമിൻ്റെ ആ സ്ക്രൂ ഇതിനകത്തായിട്ട് ഇവിടെ ഒരു ഹോളുണ്ട്. ആ കപ്പാസിറ്ററിൻ്റെ അതേ രീതിയിൽ തന്നെ ഇത് സ്ക്രൂ ചെയ്യാം. ഈ പ്ലേറ്റ് സ്ക്രൂ ചെയ്തു, ഇത് വെച്ചു, ഇത് മുറുക്കി. ഈ 4 സ്ക്രൂ 4 സ്റ്റഡ് ഉണ്ട്. ഈ 4 സ്റ്റഡിന് ഇതിമേലുണ്ട് 4 സ്റ്റഡ്. ഈ സ്റ്റഡ് ഇതിൻ്റെ അടിയിൽ ഒരു പേപ്പർ, ഒരു മില്ലെക്സ് പേപ്പർ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് അതിമേൽ ഇത് വെക്കുക. ഇത് തൽക്കാലം കട്ട് ചെയ്യാതെ ഇപ്പോൾ വെക്കുന്നുണ്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെച്ചിട്ട് ചെറിയ സ്ക്രൂ ഈ സ്ക്രൂ ഇത് വെച്ചിട്ട് ഇത് ഇതിമ ഫിറ്റ് ചെയ്യാം. 2 സ്ക്രൂ കൊടുത്തു. 2 സ്ക്രൂ കൊടുത്താൽ മതി. 2 ക്ലോസ് 2 സ്ക്രൂ കൊടുത്താൽ മതി. അതിൻ്റെ സെൻസറാണ്, IR ആണ്. ഇത് കോയിൽമെന്ന് വന്നതാണ്. ഇപ്പോൾ ചെയ്യാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പിന്ന് കോയിൽമെന്ന് വരുന്ന പിന്നാണ്. ഈ പിന്ന് നേരെ നമുക്ക് കുത്തുക. കോയിലിൻ്റെ പിന്ന് ഇതിൻ്റെ പണി കഴിയും. ഇനിയിപ്പോൾ ഇതിൽ ഇവിടെ AC സപ്ലൈ കൊടുക്കുക. DC വേണ്ട, DC കട്ട് ചെയ്തിടാം. ഇപ്പോൾ ടാപ്പ് ചെയ്തിട്ട് DC വേണ്ടവർക്ക് കൊടുക്കുക. അതൊക്കെ അവിടെ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വെക്കുക. AC വയർ അത്ര തന്നെ. അപ്പോൾ ഇതിങ്ങനെ ആയി. ഇനിയിപ്പോൾ ഇതിന്മേലെ ഇതിവിടെയാണ് ഈ റാഡ് വരിക. റാഡിന് ഇവിടെ നെറ്റ് ഇടുക, സ്ക്രൂ ചെയ്യുക. ഈ കപ്പ് ഇവിടെ കപ്പ് കൊണ്ടത് അടക്കണം. കപ്പ് ഇട്ട് ഇടുക, കപ്പിടുക. കപ്പിന് ഇവിടെ ഒരു ഹോളുണ്ട്. ആ ഹോൾ കൂടെയാണ് ഈ IR ഇവിടെ പുറത്ത് വേണം. അത് നമ്മൾ ഇത് റാഡ് ഇട്ടതിന് ശേഷം ഈ കപ്പിൻ്റെ ഇതിലൂടെ IR പുറത്തേക്ക് ഇടുക. കപ്പ് വെറുതെ പ്രസ് വെച്ചാൽ അടി നെറ്റ് ബോൾട്ട് ഇടണം റാഡിന്. എന്നിട്ട് ചെയ്യുക. ഇതിന് കറണ്ടിൻ്റെ വയർ ഇതിന് കൊടുക്കുകയും ചെയ്യാം. റാഡ് ഇതിവിടെ കമ്പനിയിൽ ടെസ്റ്റ് ചെയ്യണതായതുകൊണ്ട് ഇതിൽ മേലെ ഈ ബോർഡുകൾ ഒക്കെ ഉണ്ട്. ഈ AC ലീഡാണിത്. കൊടുക്കുക. ഇവിടെ AC കൊടുത്ത് നമ്മൾ റിമൂവ് ചെയ്യുക.
ഇത് ലീഫില്ലാതെ വർക്ക് ചെയ്യാൻ ലീഫില്ലാതെ കുറച്ച് വർക്ക് ചെയ്ത് നിൽക്കും, പിന്നെയും കറങ്ങും, പിന്നെയും വർക്ക് ചെയ്യാൻ നിൽക്കും. അത് ലോഡില്ലാത്തതുകൊണ്ടാണ്. ലോഡ് വന്നാൽ റെഡിയാവും. ലീഫ് ഇട്ട് കഴിഞ്ഞാൽ ലോഡ് റെഡിയാവും. ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഫിറ്റിങ്.